ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഒരു പ്രവൃത്തി ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഇന്ന്, ഇപ്പോൾ, ഈ സമയം. ഇതിലപ്പുറം നല്ലൊരു സമയം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. അതുകൊണ്ട് ഈ നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചേതോഹരമായ നിമിഷം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും നല്ല സമയം വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കാതിരിക്കുക. നാളെ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ചെയ്യില്ല. നാളെ നീളെ. അതുകൊണ്ട് ഏത് കാര്യവും ഉദ്ദേശിക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങൾ ആരംഭിക്കുക. സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നായ എമർജൻസി ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എമർജൻസി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. മലയാളത്തിൽ നമ്മൾ അടിയന്തരാവസ്ഥ എന്ന് പറയും. എമർജൻസി പ്രൊവിഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. നിരവധി പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഏരിയയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, നമുക്ക് ആദ്യം എമർജൻസി എന്ന് പറയുന്ന ഈ വിഷയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് എമർജൻസി പ്രൊവിഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് 25 parts at present, but originally it was 22 parts. നമ്മൾ പഠിച്ചതാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 ഭാഗങ്ങൾ, ഇപ്പം 25 ഭാഗങ്ങൾ. അത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ സേലിയൻറ്റ് ഫീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 25 പാർട്സിൽ 18 പാർട്സിലാണ് എന്ന് പറഞ്ഞാൽ 18ാമത്തെ ഭാഗത്താണ് എമർജൻസിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പാർട്ട് 18 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾസോ അനുച്ഛേദങ്ങളോ, ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് എമർജൻസിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 352 to 360, 352 മുതൽ 360 വരെയുള്ള ഭാഗങ്ങളിലാണ് എമർജൻസിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്ലിയറായോ? അപ്പം പാർട്ട് 18 ആർട്ടിക്കിൾസ് 352 to 360. നോക്കൂ, ദീസ് പ്രൊവിഷൻസ് എനേബിൾ സെൻട്രൽ ഗവൺമെൻറ് ടു മീറ്റ് എനി അബ്നോർമൽ സിറ്റുവേഷൻ എഫക്റ്റീവ്ലി. ഈ ആർട്ടിക്കിൾസ് എല്ലാം, ഈ പ്രൊവിഷൻസ് എല്ലാം ഗവൺമെൻറ്റിനെ എന്തിനു സഹായിക്കുന്നു? ടു മീറ്റ് എനി അബ്നോർമൽ സിറ്റുവേഷൻ എഫക്റ്റീവ്ലി. അപ്പോൾ അതാണ് എമർജൻസി. എമർജൻസി മീൻസ് ദി സ്റ്റെപ്സ് ടേക്കൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് ടു മീറ്റ് any abnormal situation effectively. If any abnormal situation arises in our country, the government takes certain steps to meet this situation effectively. Such steps can be called emergency. ആ എടുക്കുന്ന നടപടിക്രമങ്ങളുടെ പേരാണ് എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ. അതായത് നമ്മുടെ രാഷ്ട്രം ഇങ്ങനെ സ്മൂത്തായിട്ട് തന്നെ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അപ്രതീക്ഷിതമായിട്ടൊരു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായെന്ന് വരാം, വൈദേശികാക്രമണം. ഇനി സിവിൽ വാർ ഉണ്ടായെന്ന് വരാം, യുദ്ധമുണ്ടായെന്ന് വരാം. ഇനി നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഒരു ആംബിഡ് റെബലിയൻ ഉണ്ടായെന്ന് വരാം, സായുധ കലാപം ഉണ്ടായെന്ന് വരാം. ഇനി നമ്മുടെ രാജ്യം ഗുരുതരമായ ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നു എന്ന് വരിക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാം. ഇനി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എന്താണ് പറയുന്നത്, ഫെയില്യൂറായി പോകുന്നു. എന്തിന് ഫെയില്യൂറായി പോകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താണ്? അത് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ പരാജയപ്പെട്ടു. ഡ്യൂ ടു ദി ഫെയില്യൂർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഇതൊക്കെ അബ്നോർമൽ സിറ്റുവേഷൻസ് ആണ്. ഇതിനെയാണ് ഞാൻ നേരത്തെ നമ്മളൊരു വാക്കിൽ പറഞ്ഞത്, അബ്നോർമൽ സിറ്റുവേഷൻ. നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടുണ്ടാകുന്ന അബ്നോർമൽ സിറ്റുവേഷൻസ് ഇതൊക്കെയാണ്. ഇതൊക്കെ എക്സ്റ്റേണൽ അഗ്രഷൻ ആകാം, സിവിൽ വാർ ആകാം, ആംഡ് റെബലിയൻ ആകാം, ഫിനാൻഷ്യൽ ക്രൈസിസ് ആകാം. ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്
കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മുന്നോട്ട് പോകാൻ, ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ പരാജയപ്പെട്ടു പോകാം. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ വിളിക്കാം അബ്നോർമൽ സിറ്റുവേഷൻസ് എന്ന് പറയാം. ഇതിനെയൊക്കെ എഫക്റ്റീവായി നേരിടണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ പേരാണ് എമർജൻസി. അപ്പം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് എമർജൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 18 ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 352 to 360. നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ അവസാനം ഈ എല്ലാ ആർട്ടിക്കിളുകളും നമുക്കൊന്നുകൂടി ഒന്ന് വ്യക്തമായി പഠിച്ചു പോകാം. ഇപ്പം ഞാൻ പറഞ്ഞു പോകാം, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആർട്ടിക്കിൾ മാത്രമായിട്ട്, അതായത് 352 to 360 മൊത്തം നമുക്കൊന്ന് ഒരു ലിസ്റ്റായിട്ട് നമുക്ക് പറയാം ഇതിനകത്ത്. കാരണം അതിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ആർട്ടിക്കിളെങ്കിലും ചോദിക്കാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കി പോകണം. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞു എമർജൻസിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് ഭരണഘടനാ ഭാഗം, ഏത് ആർട്ടിക്കിൾ, എന്താണ് എമർജൻസിയുടെ സിറ്റുവേഷൻ എന്നുള്ളതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കൂ, ഡ്യൂറിങ് എമർജൻസി ദി സെൻട്രൽ ഗവൺമെൻറ് ബിക്കംസ് ഓൾ പവർഫുൾ ആൻഡ് സ്റ്റേറ്റ്സ് ഗോ ഇൻ ടു ദി ടോട്ടൽ കൺട്രോൾ ഓഫ് സെൻറ്റർ. അതായത് നമുക്കറിയാം, നമ്മൾ മുമ്പ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അതുപോലെ തന്നെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു. യൂണിറ്ററി മീൻസ് ഓൾ പവേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് സെൻറ്റർ. എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് യൂണിറ്ററി എന്ന് നമ്മൾ പഠിച്ചത്. ഫെഡറൽ എന്ന് പറഞ്ഞതോ, അതായത് there are two types of government, central government and state government. Both the government have autonomic power. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഫെഡറൽ സിസ്റ്റം. അപ്പം നമ്മുടെ രാജ്യം ഏത് രീതിയിൽ മുന്നോട്ട് പോവുകയാണ്? ഫെഡറൽ സിസ്റ്റമാണ്. കാരണം യൂണിയൻ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിന് അറ്റോണമിക് പവറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും അറ്റോണമിക് പവറുണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ കാര്യവും കൂടി നമ്മൾ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇന്ത്യയുടെ ഫെഡറലിസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കോസി ഫെഡറൽ സംവിധാനമാണ് നമുക്കുള്ളത്. അതായത് ഫെഡറൽ ഇൻ ടേം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഏകാത്മക സ്വഭാവം ഉള്ള ഒരു ഫെഡറൽ സംവിധാനമാണ്. സ്റ്റേറ്റ്സിന് അറ്റോണമിക് പവർ ഉണ്ടെങ്കിലും മോർ പവർ ഈസ് ഗിവൺ ടു സെൻറ്റർ. ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, സാധാരണ ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഡ്യൂറിങ് ദി എമർജൻസി പീരീഡ് ദി സെൻട്രൽ ഗവൺമെൻറ് ബിക്കംസ് ഓൾ പവർഫുൾ. സെൻട്രൽ ഗവൺമെൻറ് മൊത്തം ശക്തരായി മാറുന്നു. എന്നിട്ട് ദി സ്റ്റേറ്റ്സ് ഗോ ഇൻ ടു ടോട്ടൽ കൺട്രോൾ ഓഫ് സെൻറ്റർ. ദാറ്റ് മീൻസ് യൂണിറ്ററി സിസ്റ്റം ആയി മാറുന്നു നമ്മുടെ രാജ്യം. ഫെഡറൽ സിസ്റ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ യൂണിറ്ററി സിസ്റ്റം അറ്റ് ദി ടൈം ഓഫ് എമർജൻസി. ദാറ്റ് മീൻസ് states are responsible to obey blindly the orders and instructions given by center during the period of emergency. സ്റ്റേറ്റിന് കൺട്രോൾ ഇല്ലാതെയായി മാറുന്നു. എല്ലാ കൺട്രോളും എന്തായി മാറുന്നു? കേന്ദ്രത്തിലേക്ക് മാറുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് യൂണിറ്ററി സിസ്റ്റം ഉണ്ടാകുന്നു രാജ്യത്ത്. ഫെഡറൽ സംവിധാനം റദ്ദാക്കപ്പെടുന്നു. ഇതാണ് എമർജൻസിയുടെ പ്രത്യേകത. ഡ്യൂറിങ് എമർജൻസി ദി സെൻട്രൽ ഗവൺമെൻറ് ബിക്കംസ് ഓൾ പവർഫുൾ ആൻഡ് ദി സ്റ്റേറ്റ്സ് ഗോ ഇൻ ടു ടോട്ടൽ കൺട്രോൾ ഓഫ് സെൻറ്റർ. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ആർ റെസ്പോൺസിബിൾ ടു ഒബേ ബ്ലൈൻഡ്ലി ദി ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദി സെൻറ്റർ. അതാണ് നമ്മുടെ യൂണിറ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ആ യൂണിറ്ററി സിസ്റ്റമായി മാറുന്നു. എന്താ നോക്കൂ, ഇറ്റ് കൺവേഴ്സ് ദി ഫെഡറൽ സിസ്റ്റം ഇൻ ദി യൂണിറ്ററി വൺ വിതൗട്ട് എ ഫോർമൽ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സാധാരണ ഏതെങ്കിലും കാര്യത്തിലൊരു മാറ്റം വരുത്തണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കണം. എന്നാൽ എമർജൻസിയുടെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. പഠിച്ചു വയ്ക്കണം. അതായത് ഡ്യൂറിങ് ദി എമർജൻസി പീരീഡ് ഇറ്റ് കൺവേഴ്സ് ദി ഫെഡറൽ സിസ്റ്റം ഇൻ ദി യൂണിറ്ററി വൺ വിതൗട്ട് എ ഫോർമൽ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ഭേദഗതി ഒന്നും വേണ്ട. ഇത് നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ പ്രകാരം പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് എമർജൻസി എന്ന് പറയുന്നത്. അല്ലാതെ പാർലമെൻറ്റിൽ പ്രത്യേകിച്ചൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇറ്റ് കൺവേഴ്സ് ദി ഫെഡറൽ സിസ്റ്റം ഇൻ ദി യൂണിറ്ററി വൺ വിതൗട്ട് എ ഫോർമൽ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാം.
during emergency period it converts the federal system into unitary one with the formal amendment of constitution എന്ന് പറഞ്ഞാൽ തെറ്റ്. വിതൗട്ട് ഫോർമൽ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യമില്ല. യാതൊരു ഭരണഘടനാ ഭേദഗതിയും ഇല്ലാതെ തന്നെ എമർജൻസി പീരീഡിൽ യൂണിറ്ററി സിസ്റ്റം നിലവിൽ വരികയും ഫെഡറൽ സിസ്റ്റം യൂണിറ്ററിക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എമർജൻസിയെക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് നോക്കാം. ദി ഐഡിയ ഓഫ് എമർജൻസി ബോറോഡ് ഫ്രം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഐഡിയ ബോറോ ചെയ്തത് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മൾ എമർജൻസി എന്ന് പറയുന്ന ഐഡിയ കടം കൊണ്ടത്. പക്ഷേ വേറൊരു ചോദ്യം വരാം. ഇന്ത്യ ബോറോഡ് എമർജൻസി ഫ്രം വിച്ച് നാഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം ജർമ്മനി എന്ന് പറയണം. കാരണം ഐഡിയ ഈസ് ബോറോഡ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഫ്രം എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതൊരു ഐഡിയ മാത്രം, എമർജൻസി എന്നൊരു ഐഡിയ മാത്രം നമ്മൾ കടം കൊണ്ടു. പക്ഷേ നമ്മുടെ എമർജൻസി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി നമ്മുടെ പ്രത്യേകതയാണ്. നമ്മുടെ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ആർ സസ്പെൻഡഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പൗരൻ്റെ മൗലികാവകാശങ്ങൾ പലതും റദ്ദ് ചെയ്യും. ഇങ്ങനെ മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എമർജൻസി നമ്മൾ കടം വാങ്ങിയത് ജർമ്മനിയാണ്. ദി വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന, വെയ്മർ ഭരണഘടന എന്നൊക്കെ വിളിക്കപ്പെടുന്ന ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എമർജൻസി എന്ന് പറയുന്നത് കടം കൊണ്ടത്. എന്ത് എമർജൻസി? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. എമർജൻസിയിൽ മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യുന്ന രീതി, അങ്ങനെയുള്ളൊരു എമർജൻസി നമ്മൾ കടം വാങ്ങിയത് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. പക്ഷേ ഐഡിയ ഓഫ് എമർജൻസി, ഇങ്ങനൊരു എമർജൻസിയുടെ ഒരു ആശയം ഉടലെടുത്തത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പം 18ാം ഭാഗത്ത് പാർട്ട് 18 ആർട്ടിക്കിൾ 352 to 360. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ ഫെഡറൽ സിസ്റ്റം ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സ്റ്റേറ്റ്സ് ഹാവ് നോ അട്ടോണമിക് പവർ. ആ സമയത്ത് ഈ പ്രത്യേകതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. അടുത്ത് നോക്കുക. ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ്സ് 3 types of emergency. There are 3 types of emergencies according to Constitution of India. 3 തരം എമർജൻസിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്നത് 3 തരം എമർജൻസിയാണ്. ഫസ്റ്റ് വൺ, നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352. ഇന്ത്യൻ ഭരണഘടനയിലെ 152ാം വകുപ്പ് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി. രണ്ടാമത്തെ നോക്കൂ, സ്റ്റേറ്റ് എമർജൻസി. സ്റ്റേറ്റ് എമർജൻസിക്ക് മറ്റ് പേരുകൾ കൂടിയുണ്ട്, അതുകൂടി പഠിച്ചു പോയാൽ നന്നായിരിക്കും. സ്റ്റേറ്റ് എമർജൻസി ഈസ് ആൾസോ നോൺ ആസ് പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം. ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക്, നാഷണൽ എമർജൻസിക്ക് ഒരിക്കലും നമ്മൾ രാഷ്ട്രപതി ഭരണം എന്ന് പറയാറില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കും പറയാറില്ല. പ്രസിഡൻസ് റൂൾ എന്ന് കേൾക്കുമ്പോൾ, രാഷ്ട്രപതി ഭരണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി, ഭരണഘടനാ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതും സ്റ്റേറ്റ് എമർജൻസിയാണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് പേരുകളൊന്ന് പഠിക്കുക. കാരണം ക്വസ്റ്റ്യനിൽ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് എമർജൻസി എന്ന് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രസിഡൻസ് റൂൾ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ സംശയം വരരുത്. എല്ലാം പ്രസിഡൻ്റാണ് ഡിക്ലെയർ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ സംശയം വരും. പ്രസിഡൻസ് റൂൾ എന്ന് പറഞ്ഞാൽ, രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ എമർജൻസി റിലേറ്റിംഗ് ടു സ്റ്റേറ്റ് എന്ന് തന്നെ ഓർക്കുക. അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി. അപ്പോൾ 2 തരം എമർജൻസി ആയി. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ആർ 3 types of emergency: നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, അടുത്ത് നോക്കൂ ഫിനാൻഷ്യൽ എമർജൻസി. നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ
352, സ്റ്റേറ്റ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 356, ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360. ആർട്ടിക്കിളുകൾ നിർബന്ധമായും പഠിക്കണം. 3 തരം എമർജൻസി ആണ് ഭരണഘടന പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ്സ് 3 ടൈപ്സ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ആർ 3 ടൈപ്സ് ഓഫ് എമർജൻസി. നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 356, ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 352, 356, 360. മറക്കാതിരിക്കുക, ആർട്ടിക്കിൾസ് തിരിഞ്ഞു പോകരുത്, മാറിപ്പോകരുത്. ദി പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ നാഷണൽ, state and financial emergency. That means all types of emergencies are declared by the President of India. എല്ലാ തരം, ഈ 3 തരം അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കാനുള്ള അധികാരമാർക്ക് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു അബദ്ധം പറ്റാറുണ്ട്. നാഷണൽ എമർജൻസീസ് ഡിക്ലെയർഡ് ബൈ ദി പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് അറിയാതെ നമ്മൾ പറയും സ്റ്റേറ്റ് എമർജൻസീസ് ഡിക്ലെയർഡ് ബൈ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. തെറ്റാണ്, പറയരുത്. സ്റ്റേറ്റിലും എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസിയും ഡിക്ലെയർ ചെയ്യുന്നത് പ്രസിഡന്റാണ്. അല്ലാതെ ആർക്കും എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ ഓൾ ടൈപ്സ് ഓഫ് എമർജൻസീസ് ആർ ഡിക്ലെയർഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മൾ ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ അറിയാതെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു പോകും. കാരണം എന്താ പറയുമോ, നമ്മുടെ ഇന്ത്യയിലെ 1975 അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ പീരീഡിലാണ്. അത് നമ്മൾ സാധാരണ പലരും പറയാറുണ്ട്, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയാറുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പറയുന്നതാണ്. വാസ്തവത്തിൽ അതാണ് സത്യം. പക്ഷേ ടെക്നിക്കലി ഇറ്റ് ഈസ് റോങ്. കാര്യം എന്താണ്, പ്രൈം മിനിസ്റ്ററിന് അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശമില്ല, റെക്കമെൻഡ് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. അതും പ്രൈം മിനിസ്റ്ററിൻ്റെ ഇഷ്ടം പോലെ പ്രപ്പോസ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല, ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ പ്രകാരം. പക്ഷേ ഇന്ദിരാഗാന്ധി അങ്ങനെയൊന്നുമല്ല ചെയ്തത് കേട്ടോ. ഇന്ദിരാഗാന്ധിയുടെ ഒറ്റ തീരുമാനമാണ് അടിയന്തരാവസ്ഥ വന്നത്. അത് നമുക്ക് പറയാം, അതിലേക്ക് വരികയാണ്. അപ്പോൾ നോക്കൂ, അപ്പം 3 ടൈപ്സ്. അപ്പോൾ നമ്മുടെ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. 18ാം പാർട്ട് 18, ആർട്ടിക്കിൾ 352 to 360 ഇത്രയിൽ ആണല്ലോ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ദി എയിം ഓഫ് എമർജൻസി ടു മീറ്റ് അബ്നോർമൽ സിറ്റുവേഷൻ ഇൻ ദി നാഷൻ. നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന അബ്നോർമൽ സിറ്റുവേഷൻ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴെന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഫെഡറൽ സിസ്റ്റം കൺവേർട്സ് ഇൻ ടു യൂണിറ്ററി സിസ്റ്റം. ദി സെൻട്രൽ ഗവൺമെൻറ് becomes more powerful. The states have no autonomic power. ഇതൊക്കെയാണ് ഇതിൻ്റെ എഫക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ പ്രധാന പോയിന്റുകളാണ്. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.